ഈ കളിപ്പാട്ടവും കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും ഇങ്ങനത്തെ വെറൈറ്റി പരിപാടികളൊക്കെ ഉള്ളത്. അതാണ്ട് കളർ പെൻസിലാണ് അല്ല വേണ്ട എന്തൊക്കെയോ സാധനങ്ങൾ ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ്. പണ്ടൊന്നും ഇത്ര സാധനമൊന്നും കിട്ടത്തില്ല. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് കാലത്ത് പഠിച്ചവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ. അന്നും കിട്ടും, പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ വീട്ടുകാർ വേണ്ടത്ര അങ്ങോട്ട് മേടിച്ച് കൊടുക്കത്തൊന്നുമില്ല പിള്ളേർക്ക്. ഭയങ്കര എന്തോ പിശുക്കി പിന്നെ പഠിപ്പിക്കാൻ മാത്രമല്ലേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനത്തെ സാധനമൊന്നും മേടിച്ച് കൊടുക്കലല്ല പണി. ഇതുപോലത്തെ ഐറ്റമൊക്കെ പണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ ഇതെല്ലാം ഒന്നും കിട്ടത്തില്ല. അത്യാവശ്യത്തിനൊന്ന് മേടിച്ച് തരും, പിന്നെ വല്ല ഗിഫ്റ്റൊക്കെ കിട്ടുവാന്ന് പണ്ടല്ലേ. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കളർ പെൻസിലൊക്കെ. പക്ഷെ എന്നാലും എന്തോ ഒരു ക്ഷാമം ഉണ്ടാകും. ഇപ്പോൾ ആ ക്ഷാമം ഇല്ല. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇത് കിട്ടാതെ പോയ പിള്ളേരൊക്കെ പേരൻസ് ആയി കഴിഞ്ഞപ്പോഴായിരിക്കും അവർക്ക് ബോധം വന്നത് ഇങ്ങനത്തെ സാധനമൊക്കെ കൊടുക്കണം, കളിപ്പാട്ടമൊക്കെ മേടിച്ച് കൊടുക്കേണ്ട സാധനമാണ്, അവർ കളിക്കട്ടെ, അതിനകത്തുള്ള സന്തോഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ജനറേഷനെ അറിയത്തുള്ളൂ. അതിന് മുമ്പുള്ളവർക്ക് ഇതല്ല കളി. വേറെ എന്തൊക്കെയോ കളിച്ച് നടന്നിട്ട് അവർ പറയും നിങ്ങളും അങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറയും. പക്ഷേ ഈ വന്ന കാലത്തിന് ഈ പിള്ളേർ വേറെ വല്ല ഡിമാൻഡ്സ് വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഇഷ്ടം പോലെ കടകളിൽ കിട്ടാൻ തുടങ്ങി. ഇതൊക്കെ വലിയ വീടുകളിലൊക്കെയാണല്ലോ വലിച്ചു വാരിയിട്ടേക്കുന്നത് കാണുന്നത്. ഇപ്പോൾ അത് വലിയ അത്ര വാല്യൂ ഉള്ള സാധനമൊന്നും അല്ല. പേരൻസ് കുറച്ചൊരു ബെറ്ററാണ്. അതൊക്കെ അന്ത കാലത്തൊക്കെ കിട്ടുമ്പോൾ മാത്രമേ അതിന് രസമുള്ളൂ. അതായത് ഇത് വലുതായി കഴിഞ്ഞിട്ട് ഈ കോപ്പൊക്കെ ആയാലും നോക്കുമോ തിരിഞ്ഞ്, അതുകൊണ്ട് ഇങ്ങനത്തെ വേണ്ട ഇത് വേണം. ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, മനസ്സിലായോ? അഡൽസിനൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു അഡൽട്ട് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും വേണം, മനസ്സിലായോ? അപ്പോൾ അത് ആ പ്രായത്തിലേ പറ്റത്തുള്ളൂ. അത് ആ പ്രായത്തിൽ കിട്ടണം, കൊടുക്കണം, അത് വേണ്ടതാണ്. അതല്ലാതെ അവിടെ കിടന്നുകൊണ്ട് കൊണ കാണിക്കുന്ന ടീംസൊക്കെ വളരെ മോശമാണ്.